നമസ്കാരം കുട്ടികളെ, നമ്മളെ അടുത്ത സോൾട്ടിൽ കിടക്കാൻ പോവാണേ. ആനയുണ്ട്, വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാം നൈട്രേറ്റ്. അപ്പോൾ നമ്മൾ ക്ലോറൈഡ് വരെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചല്ലേ. അപ്പോൾ ഈ നൈട്രേറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു നല്ലൊരു ശതമാനം കുട്ടികൾക്ക് കിട്ടാൻ ചാൻസുള്ള സോൾട്ടാണ് കേട്ടോ നൈട്രേറ്റ്. അപ്പോൾ നൈട്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാർബണേറ്റ്, പിന്നെ അസറ്റേറ്റ്, ക്ലോറൈഡ് അത്രയും ആബ്സെൻ്റ് ആണെങ്കിൽ അടുത്ത ടെസ്റ്റാണിത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ടെസ്റ്റ് എടുത്തിട്ട് അല്പം സോൾട്ട് അതിനകത്ത് ഇടുക. അതിനുശേഷം അതിനകത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, പ്രത്യേകം ശ്രദ്ധിക്കുക, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഹീറ്റ് ചെയ്ത് ബോയിൽ ചെയ്യണം അല്ലേ. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പേപ്പർ ബോൾ, പേപ്പറ് ചുരുട്ടി അല്പം വലിപ്പത്തിൽ 2-3 പീസ് റെഡിയാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ ഹീറ്റിംഗ് തുടങ്ങാനായിട്ട്. അതല്ലാതെ ഹീറ്റ് ചെയ്തതിന് ശേഷം പോയി പേപ്പർ ബോളാക്കുകയല്ല വേണ്ടത്, മനസ്സിലാക്കണത്. അപ്പോൾ പേപ്പർ ബോൾ റെഡിയാക്കി വെച്ചിട്ടേ നിങ്ങൾ ഹീറ്റിംഗ് തുടങ്ങാവുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഹീറ്റ് ചെയ്ത് തിളച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിങ്ങ് മാറ്റുക. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഏറ്റവും നടുക്കോട്ട് തന്നെ ആ പേപ്പർ ബോൾ ഇടുക. ഓക്കെ, അങ്ങനെ ഇട്ടതിന് ശേഷം അതതിനകത്ത് ചെന്ന് വീഴുന്നു. ഉടൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇതിനകത്തൊന്ന് ധാരാളം ബ്രൗൺ ഗ്യാസ് ഫോം ചെയ്യും. നൈട്രജൻ ഡൈ ഓക്സൈഡാണ് ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ പേരതാണ്, വൈവൈഡ് ഓക്സിജനാണത്. ഓക്കെ, അപ്പോൾ നൈട്രജൻ ഡൈ ഓക്സൈഡ് ഗ്യാസ് ബ്രൗൺ ഗ്യാസാണ്, അത് ധാരാളം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻ വാട്ട് നൈട്രേറ്റ് അയോൺ. ഓക്കെ, അപ്പം നൈട്രേറ്റിൻ്റെ പ്രസൻറ്റ് ടെസ്റ്റാണ് ഈ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് കൺഫർമേറ്ററി നമ്മൾ ചെയ്യുന്നത്? നൈട്രേറ്റ് പ്രസൻറ്റ് പിന്നെ അടുത്ത കൺഫർമേറ്ററി ആണല്ലോ. ഓക്കെ, അത് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? അല്പം സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിനുശേഷം അതിനകത്തോട്ട് ഫെറസ് സൾഫേറ്റ്, അത് ഫ്രഷ്ലി പ്രിപ്പയർഡ് അന്നേരം ഉണ്ടാക്കി വെച്ച ഫെറസ് സൾഫേറ്റ് ആണ് വേണ്ടത്. അതങ്ങോട്ട് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ചരിച്ച് പിടിച്ചിട്ട് ടെസ്റ്റ് ട്യൂബ് ചരിച്ച് പിടിക്കുക. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ബോട്ടിൽ അതിൻ്റെ ആ മൗത്തിലോട്ട് ടച്ച് ചെയ്തിട്ട് പതുക്കെ ഒരു 5-6 ഡ്രോപ്പ് വളരെ സ്ലോയിൽ ഒഴിക്കാവുള്ളൂ. ഒഴിച്ച് അങ്ങോട്ട് ചെന്നതിന് ശേഷം ആ ടെസ്റ്റ് ട്യൂബ് പതുക്കെ നൂർക്കുമ്പോൾ ഇതിനകത്ത് ബ്രൗൺ റിങ് ഉറപ്പായിട്ട് ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻ നൈട്രേറ്റ് ആണെന്ന് കൺഫേംഡ് ആണ്. ഇനി ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ പ്രിക്കോഷൻ എന്താ വെച്ചാൽ, ഒഴിക്കുന്ന സൾഫ്യൂരിക് ആസിഡാണ്, കോൺസെൻട്രേറ്റ് ആണ്, ഏറ്റവും അപകടം പിടിച്ചൊരു കെമിക്കലാണത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ദേഹത്ത് വീഴരുത്, കയ്യിലും വീഴരുത്. ഹീറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റിൻ്റെ മൗത്ത് ആരും ഇല്ലാത്ത സൈഡിലേക്ക് പിടിക്കാവുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തിളച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റിക്കോണം, മനസ്സിലായോ? പിന്നെ വേറെ ഞാൻ ശ്രദ്ധിക്കാനുള്ളത്, ഈ കൺഫർമേറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ബ്രൗൺ റിങ് അത് ചിലപ്പോൾ ഷഫിൾ ചെയ്ത് പോകും. അത് പല പിള്ളേർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണത്. അത് ഉണ്ടാകാതിരിക്കാനുള്ള ഏതാനും ചില ടിപ്സ് ഞാൻ പറയാം. ഒന്നാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഫെറസ് സൾഫേറ്റ് ഒഴിക്കുമ്പോൾ അതിൽ പേറി ഒഴിച്ചോണം. എന്ന് പറഞ്ഞാൽ ഏകദേശം ടെസ്റ്റ് ട്യൂബിൻ്റെ ഏകദേശം പകുതിക്ക് താഴെ നിൽക്കണം. അതാണ് ഒരു കാര്യം. 2, ടെസ്റ്റ് ട്യൂബ് മാക്സിമം ചരിച്ച് പിടിക്കുക. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പിടിച്ചൊഴിക്കരുത്, ടെസ്റ്റ് ട്യൂബ് ചരിച്ച് പിടിക്കുക. എന്നിട്ട് വളരെ സ്ലോയിൽ ഈ സൾഫ്യൂരിക് ആസിഡ് ബോട്ടിൽ ചരിച്ച് പിടിച്ചിട്ട് കുറേശ്ശെ അങ്ങോട്ട് ഒഴിക്കുക. എത്രയും പതുക്കെ ഒഴിക്കുമ്പോൾ അത്രയും പതുക്കെ ഒഴിക്കുക. അതാണ് എൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് പതുക്കെ നൂർക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ യാതൊരു സംശയമില്ല, 100% ഞാൻ പറയാം, നൈട്രേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് ബ്രൗൺ റിങ് ഇട്ടിരിക്കും. നൈട്രോസോ ഫെറസ് സൾഫേറ്റ് എന്നാണ് ആ ബ്രൗൺ റിങ്ങിൻ്റെ പേര്. അത് വൈകി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നൈട്രേറ്റ് ഓക്കെയാണ്, അത് കൺഫേംഡ് ആണ്. കണ്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് ഈ പറഞ്ഞത്. നൈട്രേറ്റിൻ്റെ മിക്കവാറും കുട്ടികൾക്ക് നൈട്രേറ്റ് സോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നൈട്രേറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ.